ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കേറ്റഡ് എക്സാമിനേഷന് 8, 9, 10 പാഠപുസ്തകത്തിന്റെ പ്രാധാന്യം നോക്കുക എന്നുള്ളതാണ്. ഏകദേശം 50ഓളം ക്വസ്റ്റ്യൻസ് സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് 8, 9, 10 പാഠഭാഗങ്ങളിൽ നിന്ന് വരുന്നു എന്നുള്ളത് നോക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിനായിട്ട് നമ്മൾ കേറ്റഡ് ജൂൺ 2018 സോഷ്യൽ സയൻസ് സബ്ജക്റ്റിലെ ക്വസ്റ്റ്യനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ നമ്പറിലെ 71ാമത്തെ ക്വസ്റ്റ്യൻ. Feudalism was a socio-political economic system in medieval Europe based on land. ഇത് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗമായ കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യനും ആൻസറുമാണ്. അടുത്ത 72ാമത്തേത്. The size of the smallest object that a satellite sensor can detect is സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്നുള്ളതാണ് ഉത്തരം. ഇത് 10ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠഭാഗമായ ആകാശക്കണ്ണുകളും അറിവിന്റെ വിശകലനവും എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നുമുള്ളതാണ്. അടുത്ത 73ാമത്തെ ക്വസ്റ്റ്യൻ. മൾട്ടി പാർട്ടി സിസ്റ്റം പ്രിവൈൽസ് ഇൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാജ്യത്താണ് നിലനിൽക്കുന്നത്? ഇന്ത്യ. ഇത് 8ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠഭാഗമായ നമ്മുടെ ഗവൺമെന്റിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അടുത്ത 74ാമത്തെ ക്വസ്റ്റ്യൻ. ദ കളർ യൂസ്ഡ് ടു റെപ്രസെന്റ് സെറ്റിൽമെന്റ്സ് ടു ടോപ്പോഗ്രഫിക്കൽ മാപ്സ്. റെഡ് ആണ് ഉത്തരം. 8ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠഭാഗമായ ഭൂപടങ്ങൾ വായിക്കാം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അടുത്തത്. ദ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ഇന്ത്യ. ഉത്തരം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതും 8ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠഭാഗമായ നമ്മുടെ ഗവൺമെന്റിൽ നിന്നുമുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹു എമോങ് ദ ഫോളോയിങ് വാസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്? ജോൺ പീറ്റേഴ്സ് ഹംഫ്രി എന്നുള്ളതാണ് ഉത്തരം. ഇത് ടെക്സ്റ്റിൽ നിന്നുമുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഹ്യൂമൻ റൈറ്റ്സുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത 77ാമത്തെ ചോദ്യം. ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ വാസ് ജവഹർലാൽ നെഹ്റു. ഇത് 8ാം ക്ലാസ്സിലെ 11ാമത്തെ പാഠഭാഗമായ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന് പറയുന്നതിൽ നിന്നും ഉള്ളതാണ്. അടുത്തത്. ദ ബർത്ത് പ്ലേസ് ഓഫ് റിനൈസൻസ് ഇൻ യൂറോപ്പ് വാസ് ഇറ്റലി. 10ാം തരത്തിലെ 1ാമത്തെ പാഠഭാഗമായ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നുമുള്ളതാണ്. All human beings are equal. All human beings have same rights. This declaration was made by Second Continental Congress. ഇതും പാഠഭാഗത്തിൽ നിന്നും ഉള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ. The people of Kozhikode broke the salt law by making salt at Kozhikode under the leadership of മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഇത് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന പാഠഭാഗവുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ളതാണ്. ആ പാഠഭാഗത്തിൽ ഈ ക്വസ്റ്റ്യൻ ഇല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്? ഓക്കെ, റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ് ഉത്തരം. ഇത് 9ാം തരത്തിലെ 3ാമത്തെ പാഠഭാഗമായ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നുമുള്ളതാണ്. 82. Which of the following organization looks after the credit needs to agriculture and rural development in India? നബാർഡ് ആണ് ഉത്തരം. 10ാം തരത്തിലെ 9ാമത്തെ പാഠഭാഗമായ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുമുള്ളതാണ്. അടുത്ത 83ാമത്തെ ക്വസ്റ്റ്യൻ. Which among the following statement is not related to spring tides? 7 days after full moon and new moon day ആണ് ഉത്തരം. 9ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠഭാഗമായ സമുദ്രവും മനുഷ്യനും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്.
Which among the following is an attributes data in GIS? വാട്ടർ ക്വാണ്ടിറ്റി ഓഫ് വെൽസ് എന്നാണ് അത് അളക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഭൂമിയിലെ ജലം 8ാം ക്ലാസ്സിലെ 12ാമത്തെ പാഠഭാഗമായ ഭൂമിയിലെ ജലം, അതിൽ നമ്മൾ കുഴൽ കിണറുകൾ, ആർട്ടിഫിഷ്യൽ കിണറുകൾ, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. എന്നാലും ദ മിലിറ്ററി അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ഡൽഹി സുൽത്താൻ മമാലിക് ആണ് ഉത്തരം. 9ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠഭാഗമായ മധ്യകാല ഇന്ത്യ രാജ്യസങ്കല്പവും ഭരണരീതിയും എന്നുള്ളതാണ്. അടുത്ത 85ാമത്തെ ക്വസ്റ്റ്യൻ. ദ തീം ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ഇയർ 2017 സസ്റ്റൈനബിൾ ടൂറിസം ഫോർ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. 9ാം ക്ലാസ്സിലെ തന്നെ 6ാമത്തെ പാഠഭാഗമായ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മെൻഷൻ ദ ചീഫ് ക്രോപ്പ് ഓഫ് റാബി സീസൺ. വീറ്റ് ആണ് ഉത്തരം. ഓക്കെ, അത് പാഠഭാഗത്തിൽ നിന്നും ഡയറക്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, എന്നാൽ എല്ലാ കേറ്ററ്റിനും ഇതുവരെ ചോദിച്ചു വന്നിട്ടുള്ളതാണ്. റാബി ഖാരിഫ്, അത് ആ സെക്ഷനിൽ നിന്നുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസ്? ഗാരി മാൻഡറിംഗ് ആണ്. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. അടുത്തത്. ക്യൂണിഫോം എ ഫോം ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ് പ്രിവൈൽഡ് ഇൻ മെസപ്പൊട്ടോമിയ. ഇത് നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിൽ നിന്നും ഉള്ളതാണ്. അതിൽ കൂടെ തന്നെ ചൈനയുടേത് ചിത്രലിപി, ഈജിപ്തിലെ ഹൈറോഗ്ലിഫിക്സുമാണ്. അടുത്ത 90ാമത്തെ ക്വസ്റ്റ്യൻ. ദ സൗത്ത് ഫ്ലോയിങ് കോൾഡ് കറന്റ് ഇൻ ബീറിംഗ് സ്ട്രെയ്റ്റ് ഒയാഷിയോ എന്നുള്ളതാണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. അടുത്തത്. ദ ലാൻഡ് ഫോംഡ് അലോങ് ദ ഡൈവർജന്റ് മാർജിൻ ബിറ്റ്വീൻ ആഫ്രിക്ക ആൻഡ് സൗത്ത് അമേരിക്ക. ഉത്തരം മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്നുള്ളതാണ്. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. അടുത്തത്. അൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വിച്ച് ബ്രിങ് ഔട്ട് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട്സ് ഓൺ ദ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൾ ഓവർ ദ വേൾഡ്. ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ്. മാനവിക വികസനം ഇന്ത്യയിൽ എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധമുണ്ട്, പക്ഷെ അതിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. ദ കണ്ടൻസ്ഡ് വാട്ടർ ഡ്രോപ്ലെറ്റ് ഫൗണ്ട് ഓൺ ലീഫ് ബ്ലേഡ്സ് ഇൻ ദ ഏർലി മോർണിംഗ് ഈസ് നോൺ ആസ് ഡ്യൂ. സർവവും സൂര്യനാൽ എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്. ഹു പ്രൊക്ലൈംഡ് ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻ ട്രാവൻകൂർ ഇൻ ദ ഇയർ ഓഫ് 1817? ഗൗരി പാർവതി പായ്. 10ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠഭാഗമായ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നുമുള്ള ചോദ്യവും ഉത്തരവുമാണ്. ബാർജൻസ് ആർ ദ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം ക്രിയേറ്റഡ് ബൈ വിൻഡ്. ഇത് കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറയുന്ന പാഠഭാഗവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ ആ പാഠഭാഗത്തിൽ ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് കൊടുത്തിട്ടില്ല. അടുത്തത്. മോണിറ്ററി പോളിസി ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് സെൻട്രൽ ബാങ്ക്. ഇത് ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, പക്ഷെ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. ദ ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ഹിമാലയാസ്. ഹിമാദ്രിയാണ് ഉത്തരം. 10ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠഭാഗമായ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നതിൽ നിന്നുമാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. അടുത്ത. ഇൻ ഇന്ത്യ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എഫക്ട്സ് ഫ്രം 1 ജൂലൈ 2017. 10ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠഭാഗമായ പൊതുചെലവും പൊതുവരുമാനവും എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്. ദ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ഓസ്ട്രേലിയ ആർ നോൺ ആസ് ഡൗൺ. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. 100ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് എമോങ് ദ ഫോളോയിങ് പെൻസുലാർ റിവർ ഡസ് നോട്ട് ഒറിജിനേറ്റ് ഫ്രം വെസ്റ്റേൺ ഗഡ്സ്? മഹാനദിയാണ് വെസ്റ്റേൺ ഗഡ്സിൽ നിന്ന് ഉത്ഭവിക്കാത്തത്. 10ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠഭാഗമായ വൈവിധ്യങ്ങളുടെ ഇന്ത്യയിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്.
Information regarding the life of the pupil in the Saptasindhu region is available in which Veda? Rigveda. ഇത് നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ റിലേറ്റഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ 8, 9, 10 നിന്നും ആ ഒരു ഇതിൽ വന്നിട്ടില്ല ഋഗ്വേദങ്ങളെക്കുറിച്ച്. അടുത്തത് 102ാമത്തെ ക്വസ്റ്റ്യൻ. ദ സെറ്റിൽമെന്റ്സ് ഇൻ ഇന്ത്യ with a population above 1 lakh is considered as city. സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാരെയാണ്, അവരാണ് 1 lakhൽ എബോവ് വരുന്നത്. ഓക്കെ, ടൗൺസ് വരുന്നത് 1 lakhൽ താഴെയാണ്. മെട്രോപോളിസ് വരുന്നത് 10 ലക്ഷത്തിലധികം, മെഗാപോളിസ് വരുന്നത് 50 ലക്ഷത്തിലധികം. ഇത് 9ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠഭാഗമായ ജനസംഖ്യയും കുടിയേറ്റവും വാസസ്ഥലങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നുമുള്ള ക്വസ്റ്റ്യനാണ്. അടുത്തത് ദ മെയിൻ ഒക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ ദ തിനൈ ഓഫ് കുറിഞ്ചി വാസ് ഹണ്ടിങ്. 8ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠഭാഗമായ പ്രാചീന തമിഴകത്തിൽ നിന്നുമുള്ളതാണ്. അടുത്ത ഇൻ ദ ട്രോപ്പോസ്ഫിയർ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. 8ാം ക്ലാസ്സിലെ 10ാമത്തെ പാഠഭാഗമായ ഭൂമിയുടെ പുതപ്പിൽ നിന്നുമുള്ള ക്വസ്റ്റ്യനും ആൻസറുമാണ്. അടുത്തത് ദ ഹെഡ് ക്വാർട്ടർ ഓഫ് ആസിയാൻ കാഠ്മണ്ഡു. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. അടുത്തത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഈസ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ഡെമോക്രസി. 8ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠഭാഗമായ നമ്മുടെ ഗവൺമെന്റിൽ നിന്നുമുള്ള ക്വസ്റ്റ്യനാണ്. ആനുവലി കൾട്ടിവേറ്റഡ് ലാൻഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് അക്ബർ വാസ് നോൺ ആസ് പൊളാജ്. ഇത് മുഗൾ ഭരണത്തിൽ നിന്നുമുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, റിലേറ്റഡ് ക്വസ്റ്റ്യൻ. അടുത്തത് ദ കോൺസെപ്റ്റ് ഓഫ് മിക്സഡ് എക്കോണമി എൻവിസേജ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. 9ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠഭാഗമായ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളിൽ നിന്നുമുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആക്ടിവിറ്റി ഓഫ് ടെർഷ്യറി സെക്ടർ ബാങ്കിങ്. 8ാം ക്ലാസ്സിലെ 11ാമത്തെ പാഠഭാഗമായ ഇന്ത്യയും സാമ്പത്തികാസൂത്രണത്തിൽ നിന്നുമുള്ളതാണ്. ഓക്കെ, 110ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ മേജർ റബ്ബർ പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? കേരള. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. ബ്ലഡി സൺഡേ റിലേറ്റഡ് ടു വിച്ച് റെവല്യൂഷൻ? റഷ്യൻ റെവല്യൂഷൻ. 10ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠഭാഗമായ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ നിന്ന്. അടുത്ത 112ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡയമെൻഷൻ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്? എൻവയോൺമെന്റ്. 9ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠഭാഗമായ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനത്തിൽ നിന്നുമുള്ളതാണ്. അടുത്ത 113 മെൻഹെൽസ് വാസ് ദ കൾച്ചറൽ മോണുമെന്റ്സ് ആർ ബിലോങ് ടു മെഗാലത്തിക് കൾച്ചർ. 8ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠഭാഗമായ ആദ്യകാല മനുഷ്യജീവിതത്തിൽ നിന്നുമുള്ളതാണ്. IBRD also known as World Bank. It is not a direct question. Who was the founder of Atmavidya Sangam? വാഗ്ബടാനന്ദൻ. 10ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠഭാഗമായ കേരളം ആധുനികതയിലേക്ക് എന്നുള്ളതിൽ നിന്നുമാണ്. ലോ മേക്കിംഗ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ലെജിസ്ലേച്ചർ. 8ാം സ്റ്റാൻഡേർഡിലെ 4ാമത്തെ പാഠഭാഗമായ നമ്മുടെ ഗവൺമെന്റിൽ നിന്നുമുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഹൂ വെയർ ദ ഫൗണ്ടേഴ്സ് ഓഫ് ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി? GG അഗർവാൾ, MG റാനഡെ ആൻഡ് ബാലകൃഷ്ണ തിലക്. സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠഭാഗത്തിൽ നിന്നുമുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഹൂ ചെയർഡ് ദ ഫസ്റ്റ് കോൺഫറൻസ് ഓഫ് ദ മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് ഹെൽഡ് അറ്റ് പാലക്കാട്? ആനി ബസന്റ്. കേരളം ആധുനികതയിലേക്ക് 10ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠഭാഗം. ഇൻ ഇന്ത്യ ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? MS സ്വാമിനാഥൻ. ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലെ 11ാമത്തെ പാഠഭാഗത്തിൽ നിന്നുമുള്ളതാണ്. അടുത്ത 120ാമത്തെ ക്വസ്റ്റ്യൻ ദ വിന്റർ റെയിൻഫാൾ ഇൻ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ഈസ് ഡ്യൂ ടു വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. 10ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠഭാഗമായ കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറയുന്ന പാഠഭാഗവുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പാഠഭാഗങ്ങളിൽ നിന്നും ഡയറക്റ്റ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും കേറ്ററ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തന്നെ ഈ 8, 9, 10 പാഠഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.